തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. പ്രിയപ്പെട്ടവരെ, അവഗണിച്ചതിനെ വീണ്ടും പരിഗണിക്കേണ്ടി വരും, മറന്നതിനെ വീണ്ടും മാനിക്കേണ്ടി വരും. ഇവിടെ ആരാണ് തള്ളിക്കളഞ്ഞ കല്ല് പിന്നീട് തള്ളിക്കളഞ്ഞ് മൂലക്കല്ലായി മാറിയത്? അത് നമ്മുടെ യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ അത് നമ്മുടെ നസ്രയനായ യേശു ക്രിസ്തു തന്നെയാണ്. ഇത് എന്ന് പറയുന്നത് ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. വിശുദ്ധ വേദപുസ്തകം പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ സ്പഷ്ടമായി നോക്കുമ്പോൾ പ്രവചനത്തിന്റെ ഒരു ചുവന്ന നൂല് ഇവിടെ കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ദൈവപുത്രൻ ഇവിടെ ജീവിക്കുന്ന കാലത്ത് പറഞ്ഞു, പറവകൾക്ക് താമസിക്കുവാൻ ആകാശവും കുറുനരികൾക്ക് മാളവുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രനെ തലചായ്ക്കുവാൻ ഇടമില്ല. എന്നാൽ പ്രവചനം ഉണ്ടായിരുന്നു, അവന്റെ അടക്കം സമ്പന്നന്മാരോടൊപ്പമായിരിക്കും. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടക്കം എന്ന് പറയുന്നത് അരിമത്യയിലെ ക്യാബിനറ്റ് മന്ത്രിയായ യോസഫിന്റെ കല്ലറയിലായിരുന്നു. ഇപ്രകാരം മലാക്കിയുടെ പുസ്തകത്തിൽ എഴുതി, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നിന്നിൽ നിന്ന് തന്നെ ദൈവപുത്രൻ ഉടലെടുക്കും. നടന്നില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഇത് എന്ന് പറയുന്നതും ഇപ്പോൾ നാം വായിച്ചു കേട്ടത് ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. ആ പ്രവചനമുള്ളത് സങ്കീർത്തനം 118ന്റെ 22-ലാണ്. 22, 23 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കുന്നു. എവിടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തള്ളപ്പെട്ട കല്ലായി മാറിയത്? എവിടെയൊക്കെയാണ് നമ്മുടെ കർത്താവ് തള്ളപ്പെട്ടത്? നമ്മളെല്ലാവരും തള്ളപ്പെടൽ ഏറ്റിട്ടുണ്ടായിരിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ നമ്മളെല്ലാവരും തള്ളപ്പെടൽ അനുഭവിക്കുന്നത് വളർന്നതിന് ശേഷം, അറിവ് ലഭിച്ചതിന് ശേഷമൊക്കെയാണ്. എന്നാൽ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു തള്ളപ്പെട്ടത് മറിയത്തിന്റെ ഉദരത്തിൽ വെച്ചുകൊണ്ടായിരുന്നു. അവൻ ജനിച്ച് വളരുന്നതിനേക്കാൾ മുൻപ് അമ്മയുടെ ഉദരത്തിൽ വെച്ച്, ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ തള്ളപ്പെട്ടു കഴിഞ്ഞു. വായിക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുതൊട്ടിയിൽ കിടത്തി. അവർക്ക് സ്ഥലമില്ലായകയാൽ പശുതൊട്ടിയിൽ കിടത്തി. അവർക്ക് മാത്രമായിരുന്നു അവിടെ സ്ഥലമില്ലാതിരുന്നത്. മറ്റെല്ലാവർക്കും അവിടെ സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് സ്ഥലം ഉണ്ടാവുകയില്ല. നസ്രയത്തിൽ നിന്ന് 80 മൈലുകൾ, ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 128 കിലോമീറ്ററോളം സഞ്ചരിച്ച് ജോസഫിന്റെ പണിശാലയുള്ള നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ മറിയത്തിന് പ്രസവിപ്പാനായപ്പോൾ സമയം തികഞ്ഞപ്പോൾ അവർ വഴിയമ്പലത്തിൽ മുട്ടി. എന്നാൽ വഴിയമ്പലത്തിലെ പ്രമാണി പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് സ്ഥലമില്ല. വേണമെങ്കിൽ ആ വഴിയമ്പലത്തിലെ പ്രമാണിക്ക് കർത്താവിനെ ഏറ്റുവരുന്ന മറിയത്തെയും യോസഫിനെയും അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ അങ്ങനെ ചെയ്യാത്തതിന് കാരണം അന്ന് നാട്ടുകാർ വരുത്തിയ ഒരു വാർത്തയായിരുന്നു. കാരണം വിവാഹിതയാകുന്നതിനേക്കാൾ മുൻപ് ഗർഭവതിയായവൾ. അതുകൊണ്ട് വഴിയമ്പലം അവനെ തള്ളി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവനെ വഴിയമ്പലം ഒന്നാമതായി തള്ളി. വഴിയമ്പലം തള്ളി എന്ന് പറയുമ്പോൾ ഒരു സമൂഹം നമ്മുടെ കർത്താവിനെ തള്ളിക്കളയുകയാണ്. രണ്ടാമതായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയുന്നവരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ശിശുവിനെ പ്രസവിച്ച് പശുതൊട്ടിയിൽ കിടത്തിയതിനു ശേഷം ദിവസങ്ങൾക്ക് ശേഷം, മണിക്കൂറുകൾക്ക് ശേഷം യോസഫിന്റെ ദൈവദൂതൻ പ്രത്യക്ഷനായിക്കൊണ്ട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് ഓടിപ്പോകണം. ഇപ്പോൾ അവരുള്ളത് ബെത്ലഹേം ഇസ്രായേലിലാണ്. ഇനി അവർ പോകേണ്ടത് ഈജിപ്തിലെ മിസ്രൈമിലേക്കാണ്. ഒരുപാട് ദൂരം ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. ദൈവദൂതൻ പറയുകയാണ്, ഹെരോദാവ് കുഞ്ഞിനെ കൊല്ലുവാൻ ഭാവിക്കുന്നു, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടിപ്പോകണം. പ്രിയപ്പെട്ടവരെ, യോസഫിന്റെയും മറിയത്തിന്റെയും വാഹനവൃത്തത്തിലൂടെയുള്ള ആ നടത്തം, പ്രിയപ്പെട്ടവരെ, തള്ളപ്പെടലിന്റെ നടത്തമായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതായി തള്ളപ്പെട്ടു. ഒന്നാമതായി സമൂഹം അവനെ തള്ളി. രണ്ടാമതായി അവൻ ജനിച്ച സ്ഥലം, ജന്മദേശം അവനെ തള്ളി. മൂന്നാമതായി
പിന്നീട് നാം കർത്താവിനെ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ, സ്നാപക യോഹന്നാനാണ് നമ്മുടെ കർത്താവിനെ ആദ്യം സ്നാനപ്പെടുത്തുന്നത്. ആദ്യം യേശുവിനെ കുറിച്ച് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്, അവന്റെ ചിരിപ്പിന്റെ വാറിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയാലും സ്നാനപ്പെടുത്തും എന്ന് ആദ്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ യോഹന്നാൻ അവനെ സംശയിച്ചു പോവുകയാണ്. പ്രതിസന്ധികൾക്ക് നടുവിൽ ഹെരോദാവ് അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്ന സമയത്ത് യോഹന്നാൻ ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ ഇവൻ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ? ആദ്യം വെളിപാടുണ്ടായവൻ അവനെ ആദ്യം മറന്നു കളയുകയാണ്. ആ സമയത്ത് രണ്ട് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, യോഹന്നാൻ ഇങ്ങനെയൊക്കെ കാരാഗൃഹത്തിൽ കിടന്നവരോട് പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് കർത്താവ് അവിടെ നിന്ന് കുറച്ച് കുരുടന്മാരെ വിളിച്ചു, ചെങ്കന്മാരെ വിളിച്ചു. അങ്ങനെ അവർക്ക് സൗഖ്യം പകർന്നതിന് ശേഷം അവരോട് പറയുകയാണ്, കുരുടർ കാണുന്നതും ചെകിടർ കേൾക്കുന്നതും എല്ലാം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നതെല്ലാം യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. 23-ാം വാക്യത്തിലാണ് എന്റെ ഈ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഇടറിപ്പോയത് കൊണ്ടാണ് യോഹന്നാൻ അങ്ങനെ സംശയിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ഇടറിപ്പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ ഇടറിപ്പോകട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് കർത്താവ് വിചാരിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. യോഹന്നാൻ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടി ആ നിമിഷം തന്നെ കുരുടന്മാരെയും ചെകിടന്മാരെയും വിളിച്ച് അവർക്ക് സൗഖ്യം നൽകുന്ന വലിയവനായ ദൈവം. എന്നിട്ട് ആ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, ഇവിടെ കണ്ടതും കേൾക്കുന്നതെല്ലാം യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. കാരണം കർത്താവിനറിയാം യോഹന്നാൻ ഇടറിപ്പോകാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കൾക്ക് ഈ മുഴു ലോകത്തിനേക്കാൾ വിലയുണ്ട്. കർത്താവ് നമ്മൾ ആരും ഇടറിപ്പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, ഇവിടെ നടന്നതെല്ലാം യോഹന്നാനെ ചെന്ന് അറിയിക്കണം. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ആഗ്രഹിക്കാത്ത എന്റെ യേശു കർത്താവ്, ഒരാൾ പോലും അവങ്കിൽ നിന്ന് ഇടറിപ്പോകുവാൻ ഇഷ്ടപ്പെടാത്ത എന്റെ അപ്പൻ പറഞ്ഞു, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതെല്ലാം യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. ഒരു സമൂഹം അവനെ തള്ളി, ജന്മദേശം അവനെ തള്ളി. ഇപ്പോൾ ഇതാ ആദ്യം സാക്ഷ്യം പറഞ്ഞ യോഹന്നാൻ സ്നാപകനും അവനെ തള്ളി. 3 പ്രാവശ്യങ്ങളിലായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ തള്ളപ്പെട്ടെന്ന് നമുക്ക് കാണുന്നു. 4-മതായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 56 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നാം വായിക്കുന്നത് നമ്മുടെ പത്രോസ് യേശുവിനെ തള്ളിക്കളയുന്ന ഒരു ഭാഗമാണ്. ഇവിടെ പത്രോസ് അവനെ തള്ളി പറയുകയാണ്. ആരാണ് ഈ പത്രോസ്? പിന്നെ അവൻ 12 വരെ അവനെ അടുക്കൽ വിളിച്ചു സകലവിധ വ്യാധികളും ദീനവും ഒഴിപ്പിക്കുവാനുള്ള അധികാരവും ശക്തിയും നൽകി. അതിൽ ഒന്നാമൻ പത്രോസ്. പത്രോസ് ആരായിരുന്നു? ശിഷ്യന്മാരിൽ ഒന്നാമനായിരുന്നു. ഒന്നാമനായി ദൈവം സ്നേഹിച്ച ഒരു വ്യക്തി. എന്നാൽ അവൻ ഒന്നാമതായി തള്ളി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവിനോട് ബന്ധത്തിൽ പത്രോസിനോട് ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ അവനോട് കൂടെ നടന്നവരല്ലേ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് അവൻ ആദ്യം തള്ളി പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു ഈ പത്രോസ്? ഒന്നാമനായിരുന്നു. വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ശിഷ്യന്മാരെക്കാൾ ഒന്നാമനായിരുന്നു പത്രോസ്.
ഫിലിപ്പിന്റെ കൈസരുടെ ദേശത്തെത്തി. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ദൈവം ശിഷ്യന്മാരോട് ചോദിച്ചു. പലരും പറഞ്ഞു, നീ യെശയ്യാവാണ്, യിരെമ്യാ പ്രവാചകനാണ്, ഏലിയാവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് ആദ്യം വിളിച്ചു പറഞ്ഞു, അവന്റെ വെളിപ്പാടിൽ നിന്ന് അവൻ വിളിച്ചു പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആദ്യമായി സ്വർഗ്ഗസ്ഥനായ പിതാവ് യേശുവിനെ കുറിച്ച് വെളിപ്പാട് കൊടുത്തത് പത്രോസിനായിരുന്നു. ആദ്യമായി ക്രിസ്തുവിന് ശേഷം കടലിൽ നടന്നത് ആരായിരുന്നു? പത്രോസ് ആയിരുന്നു. എന്തിനേറെ പറയുന്നു, ശീലകൾ പൊതിഞ്ഞു കിടക്കുന്ന നമ്മുടെ കർത്താവിന്റെ ശവക്കല്ലറയിലേക്ക് മറിയയും സഹോദരിമാരും കൂടി വന്ന് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് യോഹന്നാൻ ആദ്യം ഓടി കല്ലറയ്ക്കലെത്തി. പക്ഷേ യോഹന്നാൻ കല്ലറയ്ക്കൽ കടന്നില്ല. ആദ്യം കടന്നത് പത്രോസ് ആയിരുന്നു. അങ്ങനെ ദൈവം ഒന്നാമതാക്കിയത് എപ്പോഴും ഒന്നാമനായിരുന്നു. ദൈവം ഒന്നാമതാക്കിയതിനെ ഒരിക്കലും രണ്ടാമതാക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ വേദപുസ്തകം എവിടെയെല്ലാം പത്രോസേ നീ ഒന്നാമനാകുന്നു എന്ന് പറഞ്ഞു, പിന്നീടുള്ള എല്ലാ നാളുകളിലും ശിഷ്യന്മാരെക്കാൾ ഒന്നാമനായിരുന്നു. അത്രയും വലിയ പദവി അവന് ദൈവം നൽകി. പക്ഷേ ഇവിടെ ഇതാ പത്രോസ് അവനെ തള്ളി പറഞ്ഞു. ആദ്യം വെളിപാട് ലഭിച്ചവൻ അവനെ ആദ്യം തള്ളി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിലൊക്കെ അപ്പുറമായി ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പിടയുന്ന സമയത്ത് നാലാമതായി അവൻ വിളിച്ചു പറഞ്ഞു, ഏലി ഏലി ലമാ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യേശു കുടിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞു, തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനു മുൻപ് നാലാമത്തെ മൊഴിയായി കർത്താവ് പറയുന്നുണ്ട്, ഏലി ഏലി ലമാ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, സമൂഹം അവനെ കൈവിട്ടു, വഴിയമ്പലം അവനെ കൈവിട്ടു, സ്നാപക യോഹന്നാൻ അവനെ കൈവിട്ടു, പത്രോസും അവനെ കൈവിട്ടു. ഇപ്പോൾ കാൽവരി ക്രൂശിൽ കർത്താവായ ദൈവപുത്രനെ വിളിച്ചു പറയുന്നു, എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത്? ഏലി ഏലി ലമാ ശബക്താനി. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അവൻ കൈവിട്ടത്? എന്തുകൊണ്ടാണ് പിതാവായ ദൈവം അവനെ കൈവിട്ടത്? ഇതൊരു പ്രവചനത്തിന്റെ നിവർത്തീകരണമായിരുന്നു. ഈ പ്രവചനം എടുക്കുന്നത് ലേവ്യ പുസ്തകത്തിലാണ്. ഈ ലേവ്യ പുസ്തകത്തിൽ മഹാപുരോഹിതൻ ഒരു ആടിന്റെ മേൽ എല്ലാ പാപവും ചുമത്തും. അതിന്റെ തലയിൽ കൈവച്ച് മഹാപുരോഹിതൻ എല്ലാ പാപവും ആ കൊറ്റനാടിന്റെ മേൽ ചുമത്തും. എന്നിട്ട് ഇടയന്റെ കയ്യിൽ കൊടുത്തുവിടും. എന്നിട്ട് ആ ഇടയൻ അതിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കും. അങ്ങനെ ആ ഇടയൻ ആ ആടിനെ മരുഭൂമിയിലേക്ക് വിട്ടയച്ചാൽ ആ ആട് മരുഭൂമിയിൽ ഇങ്ങനെ ആ പാപവും തലയിൽ ഏന്തിക്കൊണ്ട് നടക്കും. പക്ഷേ ആ ആട് മനസ്സിൽ കരുതുന്ന ഒന്നുണ്ട്, എന്റെ ഇടയ നീ എന്നെ കൈവിട്ടത് എന്ത്? അതുപോലെ എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ നിലവിളിച്ചു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? മറ്റുള്ളവരെല്ലാവരും കൈവിട്ടപ്പോൾ കർത്താവ് അവസാന ശ്വാസത്തോടെ പറഞ്ഞത്, എന്റെ പിതാവ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ കാൽവരി ക്രൂശിൽ അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത്? ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ ഈ ലോകം എന്ന മരുഭൂമിയിലേക്ക് എന്റെ കർത്താവിനെ ദൈവം വിട്ടുകൊടുത്തപ്പോ അവൻ കാൽവരി ക്രൂശിൽ പിതാവിനോട് ചോദിക്കുകയാണ്, എന്റെ മേൽ സകല പാപവും ചുമത്തി ഈ ലോകത്തിലേക്ക് വിട്ടയച്ച പിതാവേ, നീയും എന്നെ കൈവിട്ടുവോ? പ്രിയപ്പെട്ടവരെ, എല്ലാവരും എന്റെ കർത്താവ് തള്ളപ്പെട്ടു. പക്ഷേ എവിടെയാണ് അവൻ മൂലക്കല്ലായി മാറിയത്? എവിടെ അവൻ മൂലക്കല്ലായി മാറി? ഇവിടെ എല്ലാം എന്റെ കർത്താവ് തള്ളപ്പെട്ടു, ശരിയാണ്. എന്നാൽ എന്റെ കർത്താവ് മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു. അത് നമ്മുടെ കണ്ണിൽ ആശ്ചര്യം തന്നെ. എവിടെയാണ് എന്റെ കർത്താവ് മൂലക്കല്ലായി മാറിയത്? എന്റെ കർത്താവ് മൂലക്കല്ലായി മാറിയത് അവൻ ഉയർത്തെഴുന്നേറ്റപ്പോഴാണോ? അല്ല, എന്റെ കർത്താവ് അപ്പോഴും മൂലക്കല്ലായിരുന്നു. എന്നാൽ അതിനെല്ലാം മുൻപ് എന്റെ കർത്താവ് മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. അങ്ങനെ ഒന്നാമത് എന്റെ കർത്താവ് മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിലായിരുന്നു. കുടിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷം കർത്താവ് വിളിച്ചു പറഞ്ഞു, എല്ലാം നിവർത്തിയായി.
എല്ലാം നിവർത്തിയായെന്ന് കർത്താവ് കാൽവരി ക്രൂശിൽ ആറാമതായി വിളിച്ചു പറയുന്ന സമയത്ത് അവൻ മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടു കഴിഞ്ഞു. എന്താ ഈ മൂലക്കല്ലിന്റെ പ്രത്യേകത? മാനുഷികമായി നാം നോക്കുകയാണെങ്കിൽ മൂലക്കല്ലിടാതെ ഒരു ഭവനം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയില്ല. ഒരു ഭവനം കെട്ടിപ്പടുക്കണമെങ്കിൽ മൂലക്കല്ലിടണം. അതുപോലെ മന്ദിരമാകുന്ന നമ്മൾ കെട്ടിപ്പടുക്കണമെങ്കിൽ ഒരു മൂലക്കല്ലിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പിതാവായ ദൈവം സ്വന്തം പുത്രനായ യേശുവിനെ മൂലക്കല്ലായി ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നിട്ട് ആ മൂലക്കല്ല് തന്റെ പിതാവ് അയച്ച എല്ലാ ദൗത്യവും പൂർത്തീകരിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ വിളിച്ചു പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. അപ്പോഴാണ് എന്റെ കർത്താവ് മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഞാനും നിങ്ങളും മന്ദിരമാകുവാൻ അവൻ നിവൃത്തിയായി മാറി. യൂദയോടൊരിക്കൽ കർത്താവ് പറഞ്ഞു, യൂദേ, നീ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് പെട്ടെന്ന് ചെയ്യണം. കാരണം നിവൃത്തിയായാലേ പണിയുവാൻ സാധിക്കുകയുള്ളൂ. എന്റെ കർത്താവ് പൊട്ടി ചിതറിയാലേ പിന്നീട് ഈ മന്ദിരം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. അതുകൊണ്ട് യൂദയോട് പറഞ്ഞു, നീ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം വേഗത്തിൽ ചെയ്യണം. കാരണം വേഗത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വേഗത്തിൽ എനിക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും. എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ ആറാമതായി വിളിച്ചു പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. ആ സമയത്ത് അവൻ മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. അങ്ങനെ മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും മന്ദിരമായി തീർന്നു. ഇന്ന് ഞാനും നിങ്ങളും മന്ദിരമായെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിവൃത്തിയായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവൻ വിളിച്ചു പറഞ്ഞു, എല്ലാം നിവൃത്തിയായി. എല്ലാം നിവൃത്തിയായപ്പോ എനിക്കും നിങ്ങൾക്കും രൂപം വന്നു. അവൻ എന്തിനാ കാൽവരി ക്രൂശിൽ വിരൂപമായത്? എനിക്കും നിങ്ങൾക്കും രൂപം വരാൻ. എന്തിനാ അവന്റെ കാൽക്കരങ്ങൾ ആരുമേൽ തൂക്കിയത്? ഞാനും നിങ്ങളും സ്വാതന്ത്ര്യം വരുത്താൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഒരു മന്ദിരമായി ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മൂലക്കല്ല് അതിന് പിന്നിലുണ്ട്. ആ മൂലക്കല്ലിന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. ഇതൊക്കെ തിരിച്ചറിഞ്ഞ പത്രോസ് ആവേശത്തിൽ വിളിച്ചു പറഞ്ഞു, കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, ചാവുകയാണെങ്കിൽ ചാവാമെന്നുകൊണ്ട് പത്രോസ് വിളിച്ചു പറയുകയാണ്, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷപ്പെടാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അതിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഇവിടെ ഒന്നാമതായി തള്ളപ്പെട്ടവൻ മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. രണ്ടാമതായി നമ്മുടെ കർത്താവ് മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെടുന്നത്, പ്രിയപ്പെട്ടവരെ, ശതാധിപൻ ഇവൻ നീതിമാനാകുന്നു എന്ന് പറയുന്നിടത്താണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 47-ാം വാക്യം. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാൻ ആയിരുന്നു. ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് സൂര്യൻ ഇരുണ്ടുപോയി, അന്ധകാരം പടർന്ന് വിശുദ്ധ സ്ഥലത്തിലെ തിരശീല രണ്ടായി കീറിപ്പോയപ്പോ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. അത്രയും കാലം കൊല്ലുക എന്ന് പറഞ്ഞവൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു, സത്യമായും ആ മനുഷ്യൻ നീതിമാനായിരുന്നു. അത്രയും കാലം യേശു മശിഹയല്ല എന്ന് പറഞ്ഞ് തള്ളിയവൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു, അവൻ സത്യമായും മശിഹയാണ്. അവിടെ എന്റെ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതായി മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ഇവരിൽ രക്ഷയില്ല എന്ന് പലരും പറഞ്ഞു. ഇതാ ദൈവത്തിന്റെ പുത്രൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, ബാല്യക്കാരിയെ ഉയർപ്പിച്ചവൻ, കുരുടന്മാർക്ക് രക്ഷ കൊടുത്തവൻ. പ്രിയപ്പെട്ടവരെ, അവരുടെ കാൽവരി ക്രൂശിൽ മരിക്കുന്നു. അവസാനത്തോളം പ്രാർത്ഥിച്ചവൻ തോറ്റുപോയി എന്നെല്ലാവരും വിധി എഴുതിയപ്പോ, പ്രിയപ്പെട്ടവരെ, ശതാധിപൻ അന്ന് വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. എല്ലാവരും തള്ളി. ശതാധിപൻ വരെ ആ തൊട്ട നിമിഷം വരെ തള്ളിയതാ. പക്ഷേ ഭൂമി അതിന്റെ അനുഭവം കാണിച്ചപ്പോ, പ്രിയപ്പെട്ടവരെ, ശതാധിപൻ വരെ വിളിച്ചു പറയേണ്ടി വന്നു, ഇവൻ സത്യമായും പരിശുദ്ധൻ, ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രൻ. അവിടെ രണ്ടാമതായി എന്റെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തന്നെ മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. മൂന്നാമതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 6-ാം വാക്യം, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കല്ലറയിൽ എന്റെ കർത്താവില്ല. 3 നാൾ കൊണ്ട് ഈ മന്ദിരം പണിയുമെന്ന് പറഞ്ഞപ്പോ പരിഹസിച്ച ആളുകളുടെ മുൻപിൽ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു.
പ്രിയപ്പെട്ടവരെ, എല്ലാ ശിഷ്യന്മാരും പഴയ പണിക്ക് പോയി എന്ന് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞപ്പോ ആ പഴയ പണിക്ക് പോയ ശിഷ്യന്മാരോട് ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. എന്താണ് മരണത്തിനപ്പുറം എന്റെ കർത്താവ് വരുമ്പോൾ ഉണ്ടാകുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എല്ലാ മരിച്ചവരും ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുകയാണ് ഈ ലോകം. ഈ മണ്ണിൽ കൊടുത്ത ദൈവത്തിന്റെ ദൗത്യമാണ് ഈ മർത്യർ മരിച്ചു പോയാൽ അവരെ പിടിച്ചു വെക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വാക്കിന് മുൻപിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളനാദത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അതിന്റെ ഒരു അനുഭവമാണ്, അതിനൊരു നിഴലാണ് കാൽവരി ക്രൂശിൽ നടന്നത്. പ്രിയരെ, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ ദൈവപുത്രൻ കാൽവരി ക്രൂശിൽ യാഗമായപ്പോ ഭൂമി വിചാരിച്ചു ഇത് അവസാനമായി. സൂര്യൻ ഇരുണ്ടുപോയപ്പോ, അന്ധകാരം ഈ ലോകത്തിൽ പടർന്നപ്പോ, തിരശ്ശീല രണ്ടായി ചീന്തി പോയപ്പോ ഭൂമി വിചാരിച്ചു ഇത് ലോക അവസാനമാണ്, മരിച്ചവരെ എല്ലാവരെയും ഉയർപ്പിക്കേണ്ട സമയമായി. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് കല്ലറകൾ പൊട്ടി. പ്രിയപ്പെട്ടവരെ, ഈ ലോകാവസാനത്തിൽ ഉണ്ടാകുന്നതിന്റെ നിഴലാണ് അവിടെ സംഭവിച്ചത്. നാം എന്തുണ്ടാകും? പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നാം മരിച്ചു പോകും, അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ യാഥാർത്ഥ്യത്തിനപ്പുറം മറ്റൊരു സത്യാവസ്ഥയുണ്ട്. ഈ ഭൂമി നമ്മളെ അടക്കി പിടിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയുടെ ദൗത്യമാണ് മരിച്ചവരെ ആ ഒരു കല്ലറയിൽ സൂക്ഷിക്കുക എന്നുള്ളത്. ഈ മരിച്ചവരെ കല്ലറയിൽ ഉയർപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അന്ന് ലോകം വിചാരിച്ചു, കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ലോകം വിചാരിച്ചു ഇതെല്ലാത്തിന്റെയും അന്ത്യമാണ്. അതുകൊണ്ടാണ് കല്ലറകൾ പൊട്ടിയത്. അപ്പോൾ ദൈവമായവൻ പറഞ്ഞു, ഇത് ലോകാവസാനമല്ല, ഇനിയും കുറച്ച് നാളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ലോകാവസാനത്തിന്റെ അന്ത്യം അന്ന് അവിടെ നിലനിർത്തപ്പെട്ടു. ഇതിനോടൊപ്പം പറഞ്ഞുപോയി എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല ഇന്നത്തെ എന്റെ സുവിശേഷം. ഇന്ന് നമ്മുടെ കർത്താവ് മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ഇന്ന് നമ്മളെല്ലാവരും ഓശാനയിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് ഓശാന? ഓശാന തള്ളപ്പെടലിന്റെ ആരംഭമാണ്. എന്റെ കർത്താവ് ഇവിടെ ഇതാ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത്, വാഹന കഴുതയുടെ പുറത്ത് കടന്നു വരുന്ന സമയത്ത് അന്ന് ഓശാന ഓശാന എന്ന് പാടിയവർ അടുത്ത ദിവസം പറയും, ബർബ്ബാസിനെ വിട്ടുതന്ന് കർത്താവിനെ ക്രൂശിക്കാം. അതാണ് പ്രിയപ്പെട്ടവരെ, തള്ളപ്പെടലിന്റെ ആരംഭമാണ് ഓശാന. ഇനി പെസഹ വ്യാഴം വരും, അന്നും തള്ളപ്പെടൽ ഉണ്ടാകും. ആ തള്ളപ്പെടൽ ഇവിടെ ഇതാ ഇസ്കറിയാത്ത യൂദ അവരെ തള്ളിക്കളയും. അവരോട് കൂടെ ദ്രവ്യാഗ്രഹത്തോടു കൂടി അവൻ യൂദയായവൻ അവനെ തള്ളിക്കളയും. പിന്നീട് ദുഃഖവെള്ളിയാണ്. ദുഃഖവെള്ളിയുടെ പ്രഭാതത്തിൽ പത്രോസ് അവനെ തള്ളിക്കളയും. എന്നാൽ ഇവരൊക്കെ തള്ളിക്കളഞ്ഞാലും ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ അവൻ മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അവൻ മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെടും. എന്താണ് ഈ മൂലക്കല്ലിന്റെ പ്രത്യേകത? പ്രിയപ്പെട്ടവരെ, ഈ മൂലക്കല്ലിൽ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞു, ഈ മൂലക്കല്ല് ഉള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും മന്ദിരമായി മാറിയത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ നമ്മുടെ കർത്താവ് ബുദ്ധിയുള്ള മനുഷ്യരും ബുദ്ധി ഇല്ലാത്ത മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവവചനം കേട്ടനുസരിച്ച് ക്രിസ്തു എന്ന പാറമേൽ വീട് പണിയുന്ന മനുഷ്യരും അതുപോലെ തന്നെ മണ്ണിന്മേൽ വീട് പണിയുന്ന മനുഷ്യരും. പ്രിയപ്പെട്ടവരെ, പാറമേൽ വീട് പണിയുന്ന മനുഷ്യൻ കാറ്റും കോളും വന്നു, കാറ്റുണ്ടായി, മഴയുണ്ടായി, നദികൾ ഉയർന്നു, പക്ഷേ ആ വീട് തകർന്നു പോയില്ല. പക്ഷേ മണ്ണിന്മേൽ വീട് പണിതവൻ, പ്രിയപ്പെട്ടവരെ, കാറ്റും കോളും നദികളൊക്കെ പൊങ്ങിയപ്പോ ആ വീട് തകർന്നു പോയി. ഇന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തള്ളപ്പെട്ടു, പിന്നീട് ഞാൻ മൂലക്കല്ലായി പ്രതിഷ്ഠിക്കപ്പെട്ടു. എന്നാൽ ഈ മൂലക്കല്ലിന് മേൽ വീട് പണിയുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഈ മൂലക്കല്ലിന് മേൽ വീട് പണിയുന്നവന്റെ വീട് ഒരു കാലത്തും തകർന്നു പോകുകയില്ല. കാരണം എന്താ? അത് ഉത്തരം തരുന്നത് പത്രോസാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള ദൈവത്തിന്റെ വചനങ്ങൾ. 1 പത്രോസ് 2-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ.
അത് അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലും അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകളിൽ താഴെയിരിക്കും. അവൻ നിങ്ങൾക്കായി കരുതുന്നവരാൽ നിങ്ങളുടെ സകല പിതാവിനും അവന്റെ മേൽ കൊടുക്കും. 1 പത്രോസ് 2:5-6 ആറാമത്തെ വാക്യം. അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന നിങ്ങൾ പോലെ ജീവനുള്ള കല്ലുകൾ ആത്മീയമായ യേശു രക്ഷ- ദൈവത്തിന് നിങ്ങളുടെ പ്രസാദമുള്ള ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയവും ഗ്രഹവുമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗ്ഗക്കാരനെ പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. ഇവിടെ പറയുകയാണ്, ഞാൻ ജീവനുള്ള ഒരു കല്ല് ഇവിടെ സ്ഥാപിക്കുകയാണ്. ഈ പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ വീട് പണിതാൽ നമ്മൾ ജീവനുള്ളവരായി മാറും. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പോകണമെങ്കിൽ വേണമെങ്കിൽ പോകാം. പക്ഷെ പത്രോസ് വിളിച്ചു പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് വരണേ. അല്ലേ പ്രിയപ്പെട്ടവരെ, ജീവനുള്ളത് ക്രിസ്തുവിലാണ്. ജീവനുള്ളത് ക്രിസ്തുവിൽ മാത്രമാണ്. ഈ കല്ലിന് മേലാണ് നാം സ്ഥാപിച്ചതെങ്കിൽ നാം നമ്മുടെ വീടുകൾ പണിയുന്നത്, മന്ദിരം ഉയർത്തുന്നത് ക്രിസ്തു എന്ന ജീവനുള്ള കല്ലിന്മേലാണ്. അങ്ങനെ ജീവനുള്ള കല്ലിനുമേൽ നാം എന്തിനാണ് പണിയുന്നത്? മാന്യവും ശ്രേഷ്ഠവുമായ കല്ല് ഞാൻ സിയോനിലിടുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മേൽ യാഗം കഴിച്ച് ശ്രേഷ്ഠരായിട്ടുള്ള പുരോഹിത വർഗമായി മാറും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പുരോഹിത വർഗം? പുരം, സ്വർഗം, ഹിതം, സ്വർഗത്തിൻ്റെതായ ഹിതം ചെയ്യുന്നവർ. അങ്ങനെ ഞാനും നിങ്ങളും ഈ പാറമേൽ വീട് പണിയുന്നുവെങ്കിൽ ഞാനും നിങ്ങളും എന്തായി മാറും? ശ്രേഷ്ഠ പുരോഹിതന്മാരായി മാറും. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും കൂട്ടിയോജിപ്പിച്ച ആ ജീവനുള്ള കല്ലിന്മേൽ ഞാനും നിങ്ങളും ഇന്ന് വീട് പണിയുകയാണെങ്കിൽ, ആ മൂലക്കല്ലിന്മേൽ നാം ഇന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ, ഇവിടെ ഇതാ 1 പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് വിളിച്ചു പറയുകയാണ്, ഞാനും നിങ്ങളും ജീവനുള്ളവരായി മാറും. യെശയ്യാവിന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. ഇവിടെ ഇതാ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്തത്. എങ്ങനെയാണ് ശോധന ചെയ്ത കല്ലായി മാറിയത്? പിതാവായ ദൈവം പുത്രനെ അനുനിമിഷം ശോധന ചെയ്തു, ശോധനയിലൂടെ കടത്തിവിട്ടു. പ്രിയപ്പെട്ടവരെ, ആ ശോധനയുടെ എല്ലാ നടുവിൽ അവൻ താഴ്ത്തപ്പെട്ടു. എന്തിനാണ് താഴ്ത്തപ്പെട്ടു? നമ്മളെല്ലാവരും അവരൊരിക്കൽ സമ്പന്നനാകാൻ അവൻ ദരിദ്രനായി തീർന്നു. അവൻ ദരിദ്രനായി തീർന്നത് അവൻ സമ്പന്നനാകുവാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അവൻ ദരിദ്രനായത്? ശോധനയിലൂടെയെല്ലാം കടന്നുപോയപ്പോൾ, തള്ളപ്പെടലിലൂടെയെല്ലാം കടന്നുപോയപ്പോൾ കാൽവരി ക്രൂശിനോളം അവൻ വിശ്വസ്തനായി അവൻ കാൽവരി ക്രൂശിൽ താഴ്ത്തപ്പെട്ടവരായി മാറി. എന്തിനവൻ താഴ്ത്തപ്പെട്ടു? അവൻ രണ്ടാമത് വരുമ്പോൾ വെള്ള കുതിരപ്പുറത്ത് സൂര്യനേക്കാൾ കവിഞ്ഞ പ്രകാശവും വെള്ളോടിനോട് സദൃശമായ കാലുകളുമായി പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയുള്ള നാദവുമായി അവൻ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സമ്പന്നനായി വരുവാൻ വേണ്ടി അവൻ ദരിദ്രനായി തീർന്നു. ഇവിടെ പിതാവായ ദൈവത്തിലൂടെ അവൻ ശോധന ചെയ്തപ്പോൾ അത് ഉറപ്പുള്ളതല്ലായി മാറി. അത് മാന്യവും അതോടൊപ്പം തന്നെ അത് ശ്രേഷ്ഠവുമായ കല്ലായി മാറി. ഇന്ന് ആ മാന്യവും ശ്രേഷ്ഠവുമായ കല്ലിന്മേലാണ് കർത്താവ് പറയുന്നത് നമുക്ക് വീട് പണിയാമെന്ന്. ആ വീട് പണിതാൽ യെശയ്യാവ് പറയുകയാണ്, ആ മൂലക്കല്ലിനുമേൽ വീട് പണിതാൽ നമ്മൾ ആരും ലജ്ജിച്ചു പോകുകയില്ല, വിശ്വസിക്കുന്നവരാരും ഓടിപ്പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ വീടിന് മേൽ പത്രോസ് പണിയാത്തത് കൊണ്ടാണ് പത്രോസ് തള്ളി പറഞ്ഞു പോയത്. ആ വീടിന് മേൽ സ്നാപക യോഹന്നാൻ വിശ്വസിച്ച് പണിയാതിരുന്നുകൊണ്ടാണ് അവനെ സംശയിച്ചു പോയത്. ഈ ക്രിസ്തു എന്ന പാറമേൽ യൂദ പണിയാത്തത് കൊണ്ടായിരുന്നു യൂദ ഒരിക്കൽ തള്ളിക്കളഞ്ഞിട്ട് ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോയത്. ഇത് കർത്താവ് യോശാനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിൽ ആരും ഇടറിപ്പോകരുത്. തള്ളപ്പെടലിന്റെ ആരംഭമാണ് ഹോശാനായെങ്കിൽ നാം ആരും തള്ളപ്പെടാതെ ക്രിസ്തുവിന്റെ അന്ത്യം വരെ നമ്മളെല്ലാവരും നെറ്റികൊണ്ട് ഉരച്ച വിശ്വാസവും കർത്താവിന് വേണ്ടി ആദ്യം നടത്തിയ അഭിഷിക്ത അഭിഷേകവുമെല്ലാം അന്ത്യം വരെ കാത്തു സൂക്ഷിക്കണം. അബ്രഹാമിന്റെ കയ്യിലാണ് തീ, ഇസഹാക്കിന്റെ കയ്യിൽ
വിറകുകളായിരുന്നു. കാരണം അബ്രഹാമിന് അറിയാം, ഈ മോറിയ മല കയറുമ്പോൾ ഇസഹാക്കിന്റെ കയ്യിൽ നിന്ന് വിറകുകൾ മാറിപ്പോയാൽ തീ കയ്യിൽ വേണം. വിറകുകൾ മാറിപ്പോയാലും വീണ്ടും അതിനെ റീഅഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ തീ കെട്ടുപോയാൽ ആ മോറിയ മലയിലേക്കുള്ള സഞ്ചാരം വെറുതെയായി പോകും. പ്രിയപ്പെട്ടവരെ, ആദ്യം കിട്ടിയ വിശ്വാസവും ആദ്യം ലഭിച്ച അഭിഷേകവും അന്ത്യം വരെ കാത്തു സൂക്ഷിക്കണം. അന്ത്യം വരെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ കർത്താവ് പറയുന്നു, ഒരു മൂലക്കല്ലുണ്ട്. ആ മൂലക്കല്ലിന്മേൽ വീട് പണിതവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല, ഒരു നാളും വിശ്വാസം വെടിഞ്ഞ് ഓടിപ്പോകുകയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ, ഇന്ന് പ്രിയപ്പെട്ടവരെ, ഓശാനയിൽ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, തള്ളപ്പെടലിന്റെ ആരംഭത്തിൽ നമ്മൾ ആരും ദൈവത്തെ തള്ളി പറയരുത്, നമ്മൾ ആരും നസ്രയനെ വീണ്ടും ക്രൂശിക്കരുത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പത്രോസിനെ ഒന്നാമനാക്കിയ ദൈവം നമ്മെയും ഒന്നാമന്മാരാക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാനെ സ്നേഹിച്ച ദൈവം അവസാനത്തോടെ നമ്മെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും ശ്രേഷ്ഠ മഹാപുരോഹിതനാക്കിയ ദൈവം, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ അധികാരം കൊടുത്ത ദൈവം, സകലവിധമായ വ്യാധികളും ഭൂതങ്ങളെ പുറത്താക്കുവാൻ ശക്തി നൽകിയ ദൈവം ഇന്ന് നമ്മോട് പറയുന്നു, ക്രിസ്തു എന്ന വീടിന്മേൽ മന്ദിരം പണിയണം. ആ ക്രിസ്തു എന്ന മണ്ണിന്മേൽ, ക്രിസ്തു എന്ന പാറമേലല്ല നമ്മുടെ മന്ദിരം പണിതതെങ്കിൽ ആ മന്ദിരം വീണ്ടും തകർക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മന്ദിരങ്ങൾ തകർക്കപ്പെടാതിരിക്കാൻ ക്രിസ്തു എന്ന പാറമേൽ പണിയുക. നമുക്ക് പ്രാർത്ഥിക്കാം.